നമുക്ക് ഗോതമ്പ് പായസവും ഇലയടയും ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കുന്നൊന്നുമില്ല. ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഗോതമ്പ് ഞാൻ പൊടിച്ചു കൊടുത്തു. ഉരലിലിട്ടിട്ട് ചെറിയ ഉരലുണ്ടായിരുന്നു, അതിലിട്ടിട്ട് പൊടിച്ചു കൊടുത്തു. അപ്പം ഗോതമ്പ് മറ്റേ അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ്. ഗോതമ്പ് വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഗോതമ്പ് പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഗോതമ്പ് എൻ്റെ അടുത്ത് ഇടിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചു തരാം. അങ്ങനെ എനിക്ക് എടുത്തു തന്നു. എഴുതുന്ന വാക്കിൻ്റെ കഥയവരറിയില്ല, നിനക്കായി എഴുതുന്ന. ഞാനില്ലേ ഫോണിൽ പാട്ടും വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പാട്ട് കേട്ടിട്ട് അവൻ കളിച്ചതായിരുന്നു. പക്ഷെ ഞാൻ അവൻ കളിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വീഡിയോ ഓൺ ആക്കിയപ്പോഴേക്കും പാട്ട് പോയി. അപ്പോൾ പാട്ട് ഞാൻ ബാക്കി പാടിക്കൊടുത്തിട്ട് അവൻ ഡാൻസ് അവിടെ നിന്ന് കളിച്ചത്. ഇടയ്ക്ക് വന്നിട്ട് ഗോതമ്പിൻ്റെ ഓരോ പീസ് എടുത്ത് കഴിച്ചുകൊണ്ട് പോകും. ഞാനങ്ങനെ വേഗം അത് പൊടിച്ച് ഞാനത് പൊടിച്ച് മൊത്തം ആദ്യം ഉമ്മച്ചി പറഞ്ഞു നല്ലോണം ഇതാവണ്ട, കുറച്ച് പൊടിച്ചാൽ മതി പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഞാൻ പൊടിച്ച് എനിക്ക് വന്നു കുറച്ച് ആദ്യം കൂടുതലിട്ടിട്ടാണ് പൊടിച്ചത്. അപ്പോൾ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചിട്ടാണ് പൊടിച്ചത്. അങ്ങനെ ഉമ്മച്ചിനെ കൊണ്ട് കൊടുത്ത് ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ കിടന്ന് ഉറങ്ങും. എനിക്കൊന്നും ഞാൻ പുറത്ത് എവിടെ പോയ സമയത്താണ് ഞാൻ ഉണ്ടാക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കാണണം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഞാൻ ഒരു ഇലയുടെ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വെച്ച് മഴങ്ങിപ്പോയി കിടന്നുറങ്ങി. ആ സമയത്ത് ഉണ്ടാക്കിയപ്പോൾ ഇലയുടെ എൻ്റെ ഫേവറേറ്റാണ്. ഗോതമ്പ് എനിക്ക് വെറുതെ ഇട്ടിട്ട് ഞാൻ ഗോതമ്പ് ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എടുത്ത് കഴിക്കാൻ തോന്നി. പക്ഷെ നോമ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഗോതമ്പും ഈ ഇലയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ വരുമ്പോൾ അത്ര ഇഷ്ടമല്ല. പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്ത് പ്രത്യേക ടേസ്റ്റാണ്. അതും ഞാൻ ആസ്വദിച്ച് ഞാൻ കഴിച്ചു. കുറേ കഴിച്ചു. പക്ഷേ എനിക്ക് വൈകുന്നേരം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും തീർന്നു.